പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിനിടെ ജിമ്മിയോട് കൂട്ടുകാർ ചോദിച്ച ചോദ്യം അയാളെ ഒന്ന് കുഴക്കിയോ? ജിമ്മിയുടെ മനസ്സിൽ സിൽവി അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? സന്ധ്യയിൽ ആ വീട്ടുമുറ്റത്തേക്ക് വന്ന ജീപ്പിൽ നിന്നിറങ്ങിയതാരായിരിക്കും? അവർ എന്തിനായിരിക്കും വന്നത്? അറിയാം, നാമ്പെടുക്കുന്ന പ്രണയം എന്ന നോവലിൻ്റെ 54-ാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം. അന്ന് പിന്നെ തിരക്കിൻ്റെ സമയമായിരുന്നു. ആളുകൾ വന്നു തുടങ്ങിയല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെഞ്ചിരിപ്പിനായി അച്ഛൻ വന്നു. അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്നത് ശങ്കരനാണ്. അച്ഛൻ വന്ന ഉടനെ വെഞ്ചിരിപ്പ് കർമ്മങ്ങൾ തുടങ്ങി. മുറികൾ കാണിച്ചു കൊടുക്കാൻ അച്ഛൻ്റെ ഒപ്പം ചെല്ലാൻ അപ്പച്ചൻ ചേട്ടനാണ് ജിമ്മിയോട് പറഞ്ഞത്. പെട്ടെന്ന് ഓരോ മുറികളിലും ആനാം വെള്ളം തളിച്ചു. അടുക്കളയിൽ കയറിയപ്പോൾ അന്നമ്മ ചേട്ടത്തിയും സുലുവിൻ്റെ അമ്മയും തീ പിടിപ്പിക്കാൻ അച്ഛനെ സഹായിച്ചു. അതും കഴിഞ്ഞ് സമാപന പ്രാർത്ഥന കൂടി കഴിഞ്ഞതോടെ വെഞ്ചിരിപ്പ് കർമ്മം കഴിഞ്ഞു. പിന്നെ അധിക നേരം അച്ഛൻ നിന്നില്ല. പ്രത്യേകമായി ഒരുക്കിയ സ്ഥലത്തിരുന്ന് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് അവർ തിരിച്ചു പോയപ്പോഴേക്കും 12 മണിയായി. അപ്പോഴേക്കും എല്ലാവരും തന്നെ എത്തി. പിന്നെ ഭക്ഷണത്തിൻ്റെ തിരക്കും മറ്റെല്ലാമായിരുന്നു. ജിമ്മിക്ക് വരുന്നവരെ സ്വീകരിക്കാൻ മാത്രമേ സമയം കിട്ടിയുള്ളൂ. അല്പം പ്രായമായ സ്ത്രീകളുടെ കാര്യമെല്ലാം നോക്കാൻ അന്നമ്മ ചേട്ടത്തിയെയും നെല്ലിമറ്റത്തിൽ നിന്ന് വന്ന ചേച്ചിയെയും ഏൽപ്പിച്ചു. മറ്റു സ്ത്രീകളുടെ എല്ലാം കാര്യം നോക്കാൻ 2 ആളുകളെയാണ് ഏൽപ്പിച്ചത്. ഒന്ന് നമ്മുടെ സുലുവും മറ്റൊന്ന് നമ്മുടെ സിൽവിയും. അവർ 2 പേരും വളരെ കാര്യക്ഷമമായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. വന്ന സ്ത്രീജനങ്ങളെല്ലാം അല്പം അസൂയയോടെ തന്നെ അവരുടെ ചുറുചുറുക്കും കാര്യപ്രാപ്തിയും കണ്ട് അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. അന്ന് വന്ന ഒരാൾക്ക് പോലും ഒരു തരത്തിലുള്ള പരിഭവത്തിനും ഇട നൽകാതെ വേണ്ട കാര്യങ്ങൾക്കെല്ലാം അവർ 2 പേരും സഹായത്തിന് ഉണ്ടായിരുന്നു. ജിമ്മിയുടെ ഓഫീസിൽ നിന്നും നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നിന്നും വന്നവരുടെ എല്ലാം കാര്യം ജിമ്മി തന്നെ നോക്കി. അവർക്ക് ആകെ പരിചയപ്പെടാനുണ്ടായിരുന്നത് അന്നമ്മ ചേട്ടത്തിയെ മാത്രമായിരുന്നു. ഭൂരിപക്ഷം പേരും ജിമ്മിയുടെ അമ്മയെ കണ്ടിട്ടുള്ളതാണ്. അമ്മയെ കാണാത്തവർക്ക് ജിമ്മി അമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തു. ചിലരെങ്കിലുമൊക്കെ ജിമ്മിയുടെ കല്യാണക്കാര്യം ഓർമ്മിപ്പിച്ചു. റോസി മാഡവും വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന ഉടനെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അന്നമ്മ ചേട്ടത്തിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോയത്. അവർ അധിക നേരമൊന്നും നിന്നില്ല. ഒറ്റയ്ക്കാണ് വന്നതും. വിവാഹം കഴിച്ചിട്ടില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. താൻ കുടുംബനാഥയാകേണ്ട വീടാണ് ഇതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. വന്നവരെല്ലാം വളരെ സന്തോഷത്തിലാണ് മടങ്ങിപ്പോയത്. അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം ആ ഭവനത്തിന് ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. കൂട്ടുകാരിൽ ചിലർ ജിമ്മിയോട് രഹസ്യമായി ചോദിച്ചു, മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കൂടി കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇതോടൊപ്പം കല്യാണം കൂടി നടത്താമായിരുന്നില്ലേ ജിമ്മി സാറേ? ഞങ്ങൾക്കാണെങ്കിൽ ഒരു വരവ് ലാഭം, സാറിനോ ഒരു ചെലവും. വീട് പണിയും വില്ലേജ് ഓഫീസുമായി നടക്കുന്ന ഞാൻ എവിടെ നിന്ന് പോയി പെണ്ണിനെ കണ്ടുപിടിക്കാനാണ്? ഈ കൂട്ടുകാർ എന്ന് പറയുന്ന കുറേ കോന്തന്മാർ ഉണ്ടല്ലോ. എന്നാൽ അവന്മാരിൽ ഒരുത്തനെയെങ്കിലും ഒരു നല്ല പെണ്ണിനെ കാട്ടിത്തന്നിട്ട് എടാ പോയി കല്യാണം കഴിക്ക് എന്ന് പറയണ്ടേ? അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു വരവും കൂടി വന്നാലും കുഴപ്പമില്ല. എടാ, കല്യാണം കഴിക്കേണ്ടവനാണ് മറ്റുള്ളവരോട് പറയേണ്ടത്. അല്ലാതെ
മറ്റുള്ളവർ അവനെ ഉന്തി മരം കയറ്റുകയല്ല വേണ്ടത്. അങ്ങനെ ചെയ്താൽ കൈവിടുമ്പോൾ അവൻ താഴേക്ക് പോകും, അത്ര തന്നെ. ഇപ്പോൾ നീ പറയുന്നത് കേട്ടാൽ ഞങ്ങൾക്കാണല്ലോടാ കുഴപ്പം. ഞങ്ങൾ നിനക്ക് വേണ്ടി ആലോചിച്ചില്ല, അതുകൊണ്ടാണ് നീ കല്യാണം കഴിക്കാത്തതെന്ന് ആർക്കായാലും തോന്നില്ലേ? അങ്ങനെയല്ല വേണ്ടത്. നിന്റെ താല്പര്യമാണ് പ്രധാനം. നിനക്ക് താല്പര്യമാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കാം. നല്ല മണി പോലത്തെ പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് തരികയും ചെയ്യാം. ഇപ്പോൾ ഏതായാലും പുതിയ ആലോചന വേണ്ട. വേണമെങ്കിൽ ഞാൻ അപ്പോൾ വിവരം പറയാം. അത് കഴിഞ്ഞ് ആലോചിച്ചാൽ മതി. ചെറിയ തോതിൽ ഞാൻ ഒരെണ്ണം ആലോചിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞത്. ആളാരാണെന്ന് കാട്ടിത്തരാനൊന്നും പറഞ്ഞേക്കരുത്. അപ്പോൾ പാർട്ടി ഇവിടെ തന്നെ വന്നിട്ടുണ്ട് അല്ലേടാ? അല്ലെങ്കിൽ നീ കാണിച്ചു തരാൻ പറഞ്ഞേക്കരുത് എന്ന് പറയില്ലല്ലോ. വന്നപ്പോൾ മുതലേ ഞങ്ങൾ സംശയിക്കുന്ന ഒരാളുണ്ട് കേട്ടോ. അതാണോ എന്നറിയില്ല. കണ്ടുവച്ചയാളിനെ ജിമ്മി പറയാത്ത സ്ഥിതിക്ക് നമ്മൾ സംശയിക്കുന്ന ആളിനെ ജിമ്മിയോടും പറയണ്ട. അവൻ കല്യാണം വിളിക്കുമല്ലോ, അന്നേരം അറിയാം ആ ആൾ തന്നെയാണോ എന്ന്. അങ്ങനെ കുറേ സംസാരങ്ങൾക്ക് ശേഷം ജിമ്മിയോട് യാത്ര പറഞ്ഞിട്ട് ചെന്ന് അമ്മച്ചിയോടും പറഞ്ഞിട്ട് അവരെല്ലാവരും പിരിഞ്ഞുപോയി. വൈകുന്നേരം കുറച്ചു പേർ കൂടി വരാനുണ്ടായിരുന്നു. അവർ വരുന്നതിന് മുൻപ് തന്നെ അപ്പച്ചൻ ചേട്ടനും കുടുംബവും തിരിച്ചുപോയി. പോകുമ്പോൾ ചേട്ടൻ പ്രത്യേകം പറഞ്ഞു, ഇനി എന്തെങ്കിലും ആവശ്യം അപ്രതീക്ഷിതമായി വന്നാൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങ് എത്തിയേക്കാം. ആളില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടണ്ട. ഇനി അധികമാരും വരാനില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പോയേക്കാം എന്ന് വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ പോയിട്ട് ഒരത്യാവശ്യ കാര്യമുണ്ട് താനും. സിൽവിക്ക് അന്നേരം പോകാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ചാച്ചൻ്റെ ഒരു തിരക്ക് എന്നവൾ മനസ്സിൽ വിചാരിച്ചു. കുറേ നേരം കൂടി ഇവിടെ നിന്ന് താൻ എല്ലാം ചെയ്യേണ്ടതല്ലേ? അത് തൻ്റെ കൂടി ഉത്തരവാദിത്വമല്ലേ എന്നാണ് അവൾ വിചാരിച്ചത്. എന്തായാലും ഇപ്പോൾ ചാച്ചൻ പറയുന്നത് അനുസരിക്കണം. എന്നും അങ്ങനെ തന്നെ വേണം താനും. എന്നാലും ഒരു മടി. അവരെല്ലാവരും കൂടി പോകാനിറങ്ങിയപ്പോഴാണ് അവിടുത്തെ കോൺവെൻറ്റിൽ നിന്നും സിസ്റ്റർമാർ വീട് കാണാൻ വന്നത്. അവർക്ക് എല്ലാവരുടെയും ഒപ്പം എവിടെയും പോകാൻ അനുവാദമില്ല. തിരക്കൊന്നും ഇല്ലാത്ത സമയം നോക്കി ഭവന സന്ദർശനം നടത്താം. അങ്ങനെ വന്നതാണ്. ഏതായാലും അവർ കൂടി പോയി കഴിഞ്ഞിട്ട് പോകാം എന്ന് സാറാമ്മ പറഞ്ഞു. അതിൻ പ്രകാരം സിൽവി വീണ്ടും വീടിനുള്ളിലേക്ക് കയറിപ്പോയി. സിൽവിക്കത് പിന്നെയും സന്തോഷമായി. അത്രയും സമയം കൂടി ഇവിടെ നിൽക്കാമല്ലോ. ഇവിടെ നിന്നാലും വെറുതെ നിൽക്കുകയല്ല, ഓരോ പണിയെടുക്കുകയാണ്. അത് താൻ ചെയ്യേണ്ടതാണ്. സിസ്റ്റർമാരുടെ വക ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ടായിരുന്നു. അതിനുശേഷം പുതിയ വീട്ടുകാരുടെ വിവരങ്ങൾ ചോദിക്കലും പരിചയപ്പെടലുമൊക്കെ നടത്തി. അതെല്ലാം കഴിഞ്ഞ് ചെറിയ ഒരു കാപ്പി കൊടുത്തതും കഴിച്ച് അവർ 4:30 തിരിച്ചുപോയി. ഉടനെ തന്നെ അപ്പച്ചൻ ചേട്ടനും കുടുംബവും മടങ്ങിപ്പോയി. അങ്ങനെ തിരക്കൊഴിഞ്ഞ ആ വീട്ടിൽ ഇനിയുള്ളത് നെല്ലിമറ്റത്തിൽ നിന്ന് വന്ന കൊച്ചമ്മാവനും കുടുംബവും സോജനും കുടുംബവും ആയിരുന്നു. അവരും പോകാൻ തിരക്ക് പിടിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ സുലുവിൻ്റെ നിർബന്ധം കാരണമാണ് ഇത്രയും സമയമെങ്കിലും നിന്നത്. സന്ധ്യയ്ക്ക് മുമ്പ് അവിടെ എത്താനുള്ള പാകത്തിൽ പോകണമെന്നാണ് കൊച്ചമ്മാവൻ്റെ നിർബന്ധം. അത് തികച്ചും ന്യായമാണ്. കാരണം രാത്രി യാത്ര അത്ര നല്ലതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. 5 മണിക്ക് മുമ്പ് തന്നെ സുലുവിനെ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ട് അവരും പോയി.
അതോടെ ആ വീട്ടിലെ പാല് കാച്ചലിൻ്റെ ആരവം കഴിഞ്ഞു. എല്ലാവരും മടങ്ങിപ്പോവുകയും ചെയ്തു. വന്നവർക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ആരും സ്ഥിരമായി നിൽക്കാൻ വേണ്ടി വന്നവരുമല്ല. പന്തലഴിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായി കുറച്ച് പണിക്കാർ മാത്രം വീടിന് പുറത്ത് നിൽക്കുന്നുണ്ട്. വലിയ വീട്ടിൽ ആകെ 2 പേർ മാത്രമായപ്പോൾ വല്ലാത്ത ഒരു ഏകാന്തത അനുഭവപ്പെട്ടു. മാത്രവുമല്ല, അത്രയും കാലം ക്വാർട്ടേഴ്സിൽ തൊട്ടടുത്ത് വീടുകൾ ഉണ്ടായിരുന്ന സൗകര്യത്തിൽ താമസിച്ചതുകൊണ്ട് ഇപ്പോൾ ഒറ്റപ്പെട്ടതുപോലെ ഒരു തോന്നൽ. അന്നമ്മ ചേടത്തി അത് തുറന്നു പറയുകയും ചെയ്തു. അമ്മച്ചിക്ക് നിർബന്ധിക്കാൻ മേലായിരുന്നോ കൊച്ചമ്മാവനോടും സോജനോടും നാളെ പോയാൽ മതിയെന്ന്? അവർ ഇന്ന് പോവുകയില്ല എന്നാണ് ഞാനും വിചാരിച്ചത്. അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ സുലുവും കാണുമായിരുന്നു. എങ്കിൽ ഒരു ഒച്ചയും ബഹളവുമൊക്കെ ഉണ്ടായേനെ. ഇനി പറഞ്ഞിട്ടെന്നാ കാര്യം? നീ എന്തിയെ പിന്നെ അവരോട് നിർബന്ധിച്ചു പറയാഞ്ഞത് നാളെ പോയാൽ മതി എന്ന്? അവർ പോകാനിറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത്. ആങ്ങള എന്നോട് വന്ന് പറഞ്ഞു, ഇന്ന് പോയിട്ട് എന്തോ അത്യാവശ്യമുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാഞ്ഞത്. സാരമില്ലടാ, നാളെ മുതലായാലും നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. ഒരു ദിവസം മുമ്പേ ആയി എന്നേ ഉള്ളൂ. സാരമില്ല, നീ വിഷമിക്കണ്ട. വിഷമമൊന്നുമില്ല, അമ്മച്ചി കൂടെ ഉണ്ടല്ലോ. നമ്മൾ തന്നെ ആയിരുന്നില്ലേ വർഷങ്ങളോളം. അതുകൊണ്ട് ഇന്ന് നമ്മൾ തന്നെ ആയതിൽ എനിക്ക് എന്തു തോന്നാൻ? എന്നത്തെയും പോലെ അത്രയേ ഉള്ളൂ. എന്നാൽ അവർ സന്ധ്യാപ്രാർത്ഥനയ്ക്കിരിക്കുന്നതിന് മുൻപ് ഒരു ജീപ്പിൽ പടവിൽ അപ്പച്ചനും കുടുംബവും അവരുടെ വീട്ടുമുറ്റത്ത് വന്നിറങ്ങി. ഇന്നിനി വരില്ലെന്ന് പറഞ്ഞ് കുറച്ചു മുമ്പല്ലേ ഇവരിവിടെ നിന്നും പോയത്. പിന്നെ എന്നാ പറ്റിക്കാണും എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ? വലിയ വീട്ടിൽ തന്നെ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് ഒരു ധൈര്യത്തിന് വേണ്ടി വന്നതായിരിക്കുമോ? അതോ മറ്റെന്തെങ്കിലും അത്യാവശ്യമുണ്ടായിട്ട് വന്നതോ? അതോ ഇനി എന്തെങ്കിലും പറയാൻ മറന്നുപോയ കാര്യം പറയാൻ വേണ്ടി വന്നതാണോ? എന്നാലും എല്ലാവരും കൂടി വരേണ്ട കാര്യമില്ലല്ലോ. കഥയിലെ വഴിത്തിരിവുകൾ ഇനിയാണോ തുടങ്ങുന്നത്? പടവിൽ അപ്പച്ചൻ്റെ അപ്രതീക്ഷിത വരവ് എന്തിനായിരിക്കും? അത് ജിമ്മിയുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്? അതറിയാൻ അടുത്ത ഭാഗം നഷ്ടപ്പെടുത്തല്ലേ. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഭാഗവുമായി മറ്റന്നാൾ ഇതേ സമയം നമുക്ക് കാണാം.